കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പഴയ ഒരു കെട്ടിടം, അതായത് ഇടിഞ്ഞു വീഴാറായതാണ്. ആ കെട്ടിടം ഒടുവിൽ ഇടിഞ്ഞു വീണു. അതിനടിയിൽപ്പെട്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. അത് വലിയ വിവാദമൊക്കെ മാറി. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെയൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, സാധാരണഗതിയിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ സന്ദർശിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച് വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കും. ഇവിടെ ആരും അറിയാതെ ആരോഗ്യമന്ത്രി അത്തരം ഒരു സന്ദർശനം നടത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. വീണ ജോർജ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് വേണം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസത്തെ വാർത്തകളിലൂടെ അനുഭവങ്ങളിലൂടെയും പറയാൻ. കാരണം ഒന്നാമത്തെ കാര്യം, വീണ ജോർജിൻ്റെ രാജിക്ക് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം ഏകസ്വരത്തിൽ തെരുവിലാണ്. വലിയ പോരാട്ടത്തിലാണ് യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ മുന്നണിയിലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന, പ്രത്യക്ഷത്തിൽ വന്ന് സമരത്തിനിറങ്ങുന്നില്ലെങ്കിലും വീണ ജോർജ് വലിയ പരാജയമാണെന്നും രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇടതുപക്ഷത്ത് നിന്ന് തന്നെ വലിയ തോതിൽ നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. രണ്ട്. മൂന്നാമത്തെ കാര്യം, വീണ ജോർജിൻ്റെ പെർഫോമൻസ് പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും കൂടുതൽ അപായപ്പെടുത്തുകയും കളങ്കപ്പെടുത്തുകയും ചെയ്തു എന്ന വിലയിരുത്തൽ പാർട്ടിക്കും മുന്നണിക്കും അകത്ത് വലിയ തോതിലുണ്ട്. ഒടുവിൽ പിണറായി വിജയൻ പോലും ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാതെ, അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്ന വലിയ തോതിലുള്ള ആവശ്യം മുഴങ്ങുമ്പോൾ അതിൻ്റെ മറുപടി പോലും പറയാതെയാണ് പിണറായി വിജയൻ പോകുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികം ആഘോഷം മീൻസ് 9 വർഷം കഴിഞ്ഞ് 10ാം അവസാന വർഷത്തിലേക്ക് പോകുമ്പോൾ ഓരോ പ്രതിഷേധവും സർക്കാരിൻ്റെ ഭാവിയെ കൂടി ഒരുപക്ഷെ പിണറായി വിജയൻ്റെ 3ാം ടേമിനെ കൂടി ബാധിക്കുന്ന മട്ടിൽ വരുമെന്നതുകൊണ്ട് ഒരു ബലിയാടാക്കാൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ ബലിയാടാക്കുക എന്നല്ല, ആരോഗ്യമന്ത്രിക്ക് അർഹമായ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പിണറായി വിജയനും CPM പോലും തയ്യാറായാൽ പോലും അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല, വീണ ജോർജിൻ്റെ കുടുംബവും അവരുടെ ഭർത്താവും കുടുംബവും ഒക്കെ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൽപ്പേരല്ല എന്ന വിലയിരുത്തലുണ്ട്. ഒടുവിലിപ്പോൾ പക്ഷേ പിണറായി വിജയൻ്റെ മനസ്സറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും കേരളത്തിലെ പാർട്ടിയിൽ, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയിലും ഈ മധ്യ തിരുവിതാംകൂറിലെയൊക്കെ പാർട്ടിയിലൊക്കെയുള്ള ഒരു പുതിയ തീരുമാനം ആരെങ്കിലുമൊക്കെ ചെറുത്തല്ലേ തീരൂ. അങ്ങനെ ഇപ്പോൾ വീണ ജോർജിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് DYFIയുടെ ഒരു നാമമാത്രമായ പ്രസ്താവന വന്നത് ഒഴിച്ചാൽ, തിരിച്ച് കോൺഗ്രസിനെയും ഞങ്ങൾ നേരിടും എന്നൊക്കെ പറയുന്ന, പ്രതിപക്ഷത്തെയും ഞങ്ങൾ നേരിടുമെന്ന പ്രസ്താവന ഒഴിച്ചാൽ വീണ ജോർജ് വലിയ പ്രതിസന്ധിയിലാണ്. 2. വീണ ജോർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സീനു ചോദിച്ചത്. വീണ ജോർജ് മാധ്യമപ്രവർത്തകയാണ്. അവർ മാധ്യമങ്ങളെ അറിയിച്ചില്ലാതെ, മാധ്യമങ്ങളുടെ ക്യാമറയുടെ വെളിച്ചത്തിലല്ലാതെ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഈ കൊല്ലപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിൽ വളരെ അതിരാവിലെ ആരെയും അറിയിക്കാതെ സ്വകാര്യമായി, മന്ത്രിയാണ്, ഒരു മന്ത്രി ഒരു വിക്ടിമിൻ്റെ വീട്ടിൽ ചെല്ലുക, അല്ലെങ്കിൽ മരണമടഞ്ഞ ഒരു കുടുംബത്തിൽ ചെല്ലുക എന്ന് പറയുന്നത് എല്ലാവരെയും അറിയിക്കുന്നത് 2 കാര്യം കൊണ്ടാണ്. മന്ത്രി വന്നു എന്നത് ആ കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. മന്ത്രി വന്നു എന്നത് കേരളത്തിന് വലിയ മാതൃകയാണ്, ആ നാടിന് വലിയ മാതൃകയാണ്. ഞങ്ങളുടെ ദുരന്തങ്ങളിലൊക്കെ ഞങ്ങളുടെ ജനപ്രതിനിധിയും ഞങ്ങളുടെ നാട് ഭരിക്കുന്ന മന്ത്രിയും വന്നല്ലോ എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കാനുണ്ട്. പോസിറ്റീവാണത്. അത് ന്യൂസ് മാനിയ മാത്രമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വീണ ജോർജ് എന്ന മന്ത്രി എന്തുകൊണ്ട് സ്വകാര്യമായിട്ട് പോകേണ്ടി വരുന്നു? ഞാൻ കാണുന്നത്, ഈ മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സമീപകാലത്ത് അദ്ദേഹം വലിയ സങ്കടത്തോടെ പൊട്ടിത്തെറിച്ചാണ് എൻ്റെ കുടുംബത്തിനോട് കാണിച്ച സർക്കാരിനും അവിടുത്തെ വകുപ്പിനും പറ്റിയ വലിയ വീഴ്ച തുറന്നു പറഞ്ഞ ഒരാളാണ്. ഇന്നലെ അദ്ദേഹത്തെ ആദ്യം പോയി കണ്ടത് മന്ത്രി വാസവനാണ്. അത് കഴിഞ്ഞ് പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി ട്രസ്റ്റിൻ്റെ പേരിൽ 5 ലക്ഷം രൂപയാണ് ആദ്യം കൊണ്ടു കൊടുത്തത്. അതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുടുംബം വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ ബിന്ദുവിൻ്റെ ഭർത്താവ് നടത്തിയത് വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, ഇനി അത് ഞങ്ങൾ പറഞ്ഞു നിൽക്കുന്നില്ല, സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, പാർട്ടിക്ക് പുറത്ത്, കേരളമാസകലം തെരുവുകളിൽ ഒക്കെ ഉയരുന്ന വലിയ പ്രതിഷേധമുണ്ടല്ലോ, അത് തണുപ്പിക്കാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ബിന്ദുവിൻ്റെ കുടുംബമാണ്. ബിന്ദുവിൻ്റെ കുടുംബത്തെ മന്ത്രി വാസവൻ ആദ്യം പോയി കണ്ടു. അതിൻ്റെ ഒരു മാറ്റം അവരുടെ ടോണിൽ വന്നു. ഇനി വീണ ജോർജ് നേരിട്ട് ചെന്ന് കണ്ട്
അവരുടെ കാല് പിടിച്ച് ആരില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ തള്ളിപ്പറയരുത്. അപ്പോൾ ഈ പ്രതിഷേധ കോലാഹലങ്ങളൊക്കെ ആത്യന്തികമായ ആർക്ക് വേണ്ടിയാണ്? ബിന്ദുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അവർ ആ പോരാട്ട മുഖത്ത് നിന്ന് പിന്മാറിയിട്ട് ഇനി ഞങ്ങളില്ല, ഞങ്ങൾ തമ്പുരാനെ വണങ്ങുന്നു, ഞങ്ങൾ സർക്കാരിന് വഴങ്ങുന്നു എന്ന് വന്നാൽ മാത്രമേ വീണ ജോർജിന് പിടിച്ചു നിൽക്കാനാവൂ. അതുകൊണ്ട് വീണ ജോർജ് നടത്തിയ രക്ഷപ്പെടാനുള്ള ഒടുവിലത്തെ വഴിയാണ് ഇന്ന് രാവിലെ കാണിച്ചത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് വീണ ജോർജ് രക്ഷപ്പെടുമോ? പ്രതിപക്ഷം എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കും? ഇനി അങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ച് ഈ പ്രതിസന്ധിയിൽ ഇത്ര ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യ വകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് അവിടെ തുടങ്ങുകയല്ല. കേരളം മുഴുക്കി അതിന് മുമ്പും പിമ്പും എത്ര സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് തന്നെ തകർന്ന് വീണിട്ട് അത് ശ്രദ്ധിക്കാൻ പോലും ആളില്ലാത്തതുകൊണ്ടാണല്ലോ ഇത് തകരാറായി എന്നതിൻ്റെ ധാരാളം സൂചനകളുണ്ട്. അൺഫിറ്റാണ് ആ ബിൽഡിങ്. അതിൻ്റെ എല്ലാ കടലാസുകളും സൂചനകളും അവരുടെ മുന്നറിയിപ്പുകൾ കിട്ടിയതാണ്. എന്നിട്ടും അത് ചെയ്തില്ല സമയത്തിന്. പുതിയ കെട്ടിടം ഞങ്ങൾ പൂർത്തിയാക്കിയില്ല. പുതിയ കെട്ടിടം പൂർത്തിയാക്കി, അതവിടെയുണ്ട്. പഴയ കെട്ടിടത്തിൽ യാതൊരു നിലനിൽക്കാൻ ശേഷിയില്ലാത്ത കെട്ടിടത്തിലാണ് അപ്പോഴും രോഗികളെ വെച്ചുകൊണ്ടിരുന്നത്. ഇനി അതിന് ശേഷം വന്ന കാഴ്ച, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്തെ, ആരോഗ്യ മേഖലയിലെ കെട്ടിടങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അത് പരിശോധിച്ച് നോക്കുമ്പോൾ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ SFIക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ വാർത്താമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടോ, ഞങ്ങളുടെ സ്ഥിതി ഇതാണ്. ഗുരുതരമാണ്. അവർ കിടന്നുറങ്ങുന്ന മുറികളിലൊക്കെ, ഹോസ്റ്റൽ മുറികളിലൊക്കെ മേൽക്കൂര കൊഴിഞ്ഞ് കണ്ടില്ലേ, മേൽക്കൂര കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ കുട്ടികൾ ഉറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എത്രയോ തവണ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഉദ്യോഗസ്ഥ മേധാവികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നടക്കുന്നില്ല. ഇത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. ഈ ബ്യൂറോക്രസിയെ ആർക്കും നിയന്ത്രിക്കാനാവുന്നില്ല. ഹാരിസ് എത്ര ഭംഗ്യന്തരയാണ് പറഞ്ഞത്. ഞാൻ ആരോഗ്യമന്ത്രിക്കെതിരല്ല, ഞാൻ മുഖ്യമന്ത്രിക്കെതിരല്ല, ഞാൻ CPM-നെതിരല്ല, ബ്യൂറോക്രസിക്കെതിരാണ്. എന്താ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്? ബ്യൂറോക്രസിയെ ഭരിക്കാൻ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന നിയോഗിക്കപ്പെട്ട കാര്യക്ഷമതയോടെ പണിയെടുക്കേണ്ട കൂട്ടരാണ് ഈ 3 കൂട്ടരും. ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ഈ പറഞ്ഞ പാർട്ടി. അവർക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് അത് ഭംഗ്യന്തരേണ പറഞ്ഞു. ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ പാർക്കുന്ന എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണത്രേ. ഇപ്പോഴേ സാധാരണ ഇതിൽ ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ തെരുവിൽ തടയുന്ന അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പ്രതിഷേധം വളരെ വ്യാപകമാണ്. സാധാരണഗതിയിൽ ഇത്തരം സമരം രൂക്ഷമായി കഴിഞ്ഞാൽ DYFI അല്ലെങ്കിൽ CPM ഒക്കെ രംഗത്ത് വരുന്നു. കായികമായിട്ട് തന്നെ ഈ പ്രതിഷേധക്കാരെ നേരിടുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അത് വലിയ കയ്യാങ്കളിയാക്കി മാറും. ഇവിടെ അതൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലായിടത്തും ഒരു പിന്നോട്ട് പോക്ക്. എന്നാൽ പേരിനൊരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നതിനപ്പുറത്തേക്ക് വീണ ജോർജിന്റെ സ്വന്തം ജില്ലയെ പത്തനംതിട്ടയിൽ പോലും അത്തരത്തിൽ ആശ്വാസകരമായ ഒരു നടപടി ഈ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഈ അവസാന നിമിഷത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ എന്തോ കേവലം ഒരു പ്രസ്താവന, സജീഷോ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ നേരിടും. എന്നാ നേരിടുന്നത്? തെരുവിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വീണ ജോർജ് തീർച്ചയായും എക്സ്പോസ്ഡ് ആയി. വീണ ജോർജ് വന്ന വഴിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ലും മുന്നണിയിലുമൊക്കെ തന്നെ വലിയ മുറുമുറുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. വീണ ജോർജ് ആരുടെ നോമിനിയാണ്? വീണ ജോർജ് ഒരു ക്രിസ്ത്യൻ സഭയുടെ നോമിനിയാണ്. ക്രിസ്ത്യാനികളോട് വിരോധം ഉണ്ടായിട്ടല്ല. ഒരു സഭയുടെ നോമിനിയെ കൊണ്ടുവന്നിട്ട് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത, യാതൊരു മതേതര പാരമ്പര്യവും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന്, എന്താണ് അവരുടെ ആകെ ഉണ്ടായിരുന്ന വ്യക്തിത്വം? എന്താ? മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സഭയുടെ ഒത്താശയോടുകൂടി കൊണ്ടുവന്ന് CPM പോലൊരു പാർട്ടിയിൽ ഒരു ടേം MLA ആക്കുന്നു, രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കുന്നു. ഇത് DYFIക്കാർ മിണ്ടാതിരിക്കുന്ന വെറുതെ അല്ല, പാർട്ടിക്കാർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന വെറുതെ അല്ല. പിന്നെ നിവൃത്തിയില്ല, ഈ ഗവൺമെൻറ്റിനെ ആരെങ്കിലുമൊക്കെ പിന്തുണച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കോട്ടയത്തു നിന്നുള്ള മന്ത്രി വാസവൻ കൂടെ നിൽക്കേണ്ടി വരുന്നത്. വേറെ നിവൃത്തിയില്ല. വാസവനും ഇതിൻ്റെ പങ്ക് പറ്റുക എന്ന് വെച്ചാൽ ആ പങ്ക് അവകാശപ്പെട്ടല്ലേ, അത് ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. വളരെ കറക്റ്റാണ്. വീണ ജോർജിനെ CPM എന്ന പാർട്ടി, ഇടതുപക്ഷ മുന്നണി, കേരളീയ സമൂഹം, പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ ജോർജ് അവസാനമായി കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയുള്ള ഒരു കാലമാണ് നിർണായകം. ആ കാലത്തിനുള്ളിൽ അവർക്ക് നേരെ വരുന്ന അലയടിച്ചു വരുന്ന വമ്പിച്ച ജനരോഷത്തെ തടഞ്ഞു നിർത്താനുള്ള ഓരോ
കച്ചിത്തുമ്പും അവർ അന്വേഷിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഒരു മാർഗമാണ് ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ, അതും സ്വകാര്യമായിട്ട്, അതാരും കാണരുതല്ലോ. പക്ഷേ ആ കുടുംബത്തിന് ഒരു ഓഫർ വെച്ചില്ല. ഇപ്പം ആ ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നത് എൻ്റെ മകൻ ബിടെക് ബിരുദധാരിയാണ്, അവനൊരു സ്ഥിരം ജോലി സർക്കാർ നൽകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ അത്തരം ഒരു ഓഫർ വെച്ചുകൊണ്ടാണല്ലോ ഇയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇതുവരെ അങ്ങനെ ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഈ ആവശ്യത്തിലേക്ക് വരുമ്പോൾ ശരി, നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടൊരു സർക്കാർ ജോലി, അതിനകത്ത് നമ്മൾ കുറ്റമൊന്നും പറയില്ല. പക്ഷേ അവിടെയാണ് CPMൻ്റെ തന്ത്രപരമായ നിലപാട്. ഒരുപക്ഷെ വീണ ജോർജിനെ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ മുഖച്ഛായ ഒന്ന് പിടിച്ചു നിർത്തുക എന്നതായിരിക്കില്ല. ആയിരിക്കണം. തീർച്ചയായിട്ടും സർക്കാരിന് അത് തന്നെയാണ് പ്രധാനം. സർക്കാരിന് വീണ ജോർജ് ഒരു ഇഷ്യൂ അല്ല. ഞാൻ പറയുന്നത് സർക്കാരും പാർട്ടിയും മുന്നണിയും ഒന്നും വീണ ജോർജിനെ ഒരു പരിധിക്കപ്പുറം സംരക്ഷിക്കില്ല എന്ന് വീണ ജോർജിന് എന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. വീണ ജോർജിനും കുടുംബത്തിനും പ്രത്യേകമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ സഭയ്ക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ്റെ ഒരു ശീലം വെച്ച് നമുക്കറിയാലോ. EP ജയരാജനെ ബലി കൊടുക്കാൻ യാതൊരു ഒരു ഘട്ടത്തിൽ മടിച്ചിട്ടില്ല. ഒന്നിച്ച് നടന്ന് കിടന്നിട്ട് EP ജയരാജനെ ബലി കൊടുത്തില്ലേ, ഈ KT ജലീലിനെ പിടിച്ച് പുറത്തിട്ടില്ലേ. മന്ത്രിസഭയുടെ ഇമേജിനെ സംരക്ഷിക്കാൻ താനല്ലാതെ ആരെയും ബലി കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാണ്. അതുകൊണ്ട് ഒടുവിൽ ഇപ്പോൾ അതിന് ഈ ഭയാനകമായ ആ ഒരു ഭീഷണി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് വീണ ജോർജ് ഉള്ളത്. രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എന്തായാലും മുഖ്യമന്ത്രി തിരിച്ചു വരുന്നത് വരെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. റിസൾട്ട് അതിനുശേഷം നമ്മൾ കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.